നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് നേതാവ് സി ദിവാകരൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു അഭിമുഖം ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ റീലുകളും മറ്റും ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം മാതൃഭൂമിക്കോ മറ്റോ നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമാണ്. അതിൽ അദ്ദേഹം പിണറായി വിജയനെക്കുറിച്ച് ചില വാക്കുകൾ പറയുന്നുണ്ട്. പിണറായി വിജയൻ ഭക്ഷണപ്രിയനാണ് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് തന്നെ നേരിട്ടിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുക്കുകയാണ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകളാണ്. പിണറായി വിജയൻ സെക്രട്ടറിയും അല്ലെങ്കിൽ പിണറായി വിജയൻ ക്യാപ്റ്റനും അതുപോലെ തന്നെ സി ദിവാകരൻ വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള ഒരു ജാഥ നടക്കുന്ന സമയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർത്തെടുത്ത് പറയുന്നത്. ആ ജാഥ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഭക്ഷണം എവിടെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ സി ദിവാകരനോട് ചോദിക്കുന്നു. ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനോട് ഭക്ഷണപ്രിയനായ ക്യാപ്റ്റൻ ഭക്ഷണപ്രിയനായ അല്ലാത്ത വൈസ് ക്യാപ്റ്റനോട് ചോദിക്കുന്നു ഭക്ഷണം എവിടെയാണ് ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. അദ്ദേഹം പറയുന്നു ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ വേറെ എവിടെയും പാടില്ലായിരുന്നു, എന്തിനാണ് അവിടെ നടത്തിയത്? അതായത് ആനത്തലവട്ടം ആനന്ദൻ VS അച്യുതാനന്ദൻ്റെ അടുത്ത ഒരു രാഷ്ട്രീയ അനുയായിയാണ്, അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ VS പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ പോലും ആ നേതാവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു സഹിഷ്ണുത പോലും ഇല്ലാതിരുന്ന ഒരു ക്രൂരനായ നേതാവാണ് ഈ പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഉണ്ണാൻ ഇരിക്കുന്ന സമയത്ത് ഈ മീൻ കൊണ്ടുവച്ച മീൻ കഷ്ണത്തിൽ തൊട്ട് നോക്കിയിട്ട് ഇത് ഏത് മീനാണെന്ന് ചോദിക്കുന്നു. അത് ചൂരയാണ് എന്ന് സി ദിവാകരൻ പിണറായി വിജയനോട് പറയുന്നു. അത് കേൾക്കുന്ന നിമിഷം പിണറായി വിജയൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. താൻ പാർട്ടി ഓഫീസിലേക്ക്, അതായത് AKG സെൻറ്ററിലേക്ക് വന്നാൽ മതി, താൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിന് ശേഷം സി ദിവാകരനോട് പറഞ്ഞതിന് ശേഷം പിണറായി വിജയൻ പിണങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നത് സത്യനേശനായിരുന്നു അത്രേ. സത്യനേശന് വല്ലാതെ പേടിയായി. ക്യാപ്റ്റൻ പിണങ്ങിപ്പോയത് കാരണം, മീൻ കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോയത് കാരണം അത് വലിയ പ്രശ്നമാകുമോ, തൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം തെറിക്കുമോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടായി. അദ്ദേഹം സി ദിവാകരനോട് ഈ ആശങ്ക പങ്കുവയ്ക്കുന്നു. സി ദിവാകരൻ ആശ്വസിപ്പിക്കുന്നു, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, ഇതിനൊരു ഉപായമുണ്ട്. നാളെ രാവിലെ പാളയം മാർക്കറ്റിൽ പോയി വില കൂടിയ നെയ്മീൻ വാങ്ങി അത് കറി വെച്ച്, പാറശാലയാണ് നാളത്തെ ജാഥ, അവിടെ കൊണ്ടുവന്ന് പിണറായി വിജയന് വിളമ്പിയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം സംരക്ഷിക്കാം എന്ന് പറയുകയും അതനുസരിച്ചിട്ട് ആ ഉപദേശം സത്യനേശൻ അതേപടി കേൾക്കുകയും പിറ്റേന്ന് നെയ്മീൻ കൂട്ടി പിണറായി വിജയന് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സന്തോഷവാനായത് എന്ന് സി ദിവാകരൻ പറഞ്ഞു വയ്ക്കുകയാണ്. അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറഞ്ഞ വാക്കുകളാണ്. പിണറായി വിജയനെക്കുറിച്ച് വളരെ ഡൽഹിയിൽ ആണുങ്ങളാണ് ഭരിക്കുന്നതെന്ന് ഒരിക്കൽ പറഞ്ഞ ആളാണ് അദ്ദേഹം. വാസ്തവം ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്ന ആളാണ്. അതിനിടയിൽ രാഷ്ട്രീയമായ നൂലാമാലകൾ പരിശോധിച്ചതിന് ശേഷം അളന്നു തൂക്കിയൊന്നുമല്ല അദ്ദേഹം വാക്കുകൾ പറയുന്നത്. അദ്ദേഹം തൻ്റെ ശുദ്ധമായ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹം അതേപടി പറയുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെയും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ 2 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. 2016-ലും 2021-ലും വിജയിച്ച പിണറായി വിജയൻ, മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന സ്വപ്നം കണ്ടുകൊണ്ട് CPM-കാർ നടക്കുന്ന ഈ സമയത്ത് പിണറായി വിജയനെതിരെ ഇത്രയധികം രാഷ്ട്രീയ വിമർശനം അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും നടത്തിയിട്ടുണ്ടാവില്ല. അത്രമാത്രം വളരെ കൃത്യമായ മൂർച്ചയുള്ള കുറിക്കുകൊള്ളുന്ന രാഷ്ട്രീയ വിമർശനമാണ് സി ദിവാകരൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം അറിയാതെ പുറത്തേക്ക് വന്നത് എന്ന് തന്നെ പറയാം. കാരണം പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള തർക്കവും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുമെല്ലാം കേരളത്തിലെ ജനസമൂഹത്തിന് അറിയാമെങ്കിലും VS അച്യുതാനന്ദനോട് ഇത്രയ്ക്കും ഒടുങ്ങാത്ത പക പിണറായി വിജയൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് കേരളീയർ മനസ്സിലാക്കുന്ന വാക്കുകളാണ് സി ദിവാകരൻ പറഞ്ഞത്. പിണറായി വിജയൻ പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവാണെന്ന കാരണത്താൽ ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള മനോനില പോലും അല്ലെങ്കിൽ അതിനുള്ള സഹിഷ്ണുത പോലും പിണറായി വിജയൻ കാട്ടിയില്ല എന്ന് മാത്രമല്ല, ചൂര എന്ന് പറയുന്ന മീൻ അത് അത്ര കൊള്ളരുതാത്ത മീനാണ് എന്നാണ് സി ദിവാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല എന്ന് നമുക്കറിയാം. ചൂര, കേര എന്നൊക്കെ അറിയപ്പെടുന്ന മത്സ്യം അതെല്ലാവരും സാധാരണയായി ഉപയോഗിക്കുന്നതാണ്. അത്ര വില കുറഞ്ഞ
കുറഞ്ഞ മത്സ്യമൊന്നുമല്ല. അതെല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മീന് കൂടിയാണ്. ആ മീന് കൂട്ടി പോലും ഉണ്ണാൻ തയ്യാറാകാത്ത ബൂർഷയാണ് എന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സി ദിവാകരൻ ഈ വാക്കുകളിലൂടെ. സാധാരണക്കാരുടെ പാർട്ടി, നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇപ്പോൾ സാധാരണക്കാരായ പ്രവർത്തകന്റെ വീട്ടിൽ പോയിരുന്ന് തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് റൊട്ടി കഴിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. രാഹുൽ ഗാന്ധി പോലും ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണുന്ന തട്ടുകടകളിലൊക്കെ പോയി കയറി ചായയും വടയും കഴിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് തൊഴിലാളികളുടെ പാർട്ടി, പാവങ്ങളുടെ പാർട്ടി, അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, പാർട്ടി സെക്രട്ടറി നെയ്മീൻ മാത്രമേ കൂട്ടി ഉണ്ണുകയുള്ളൂ എന്ന സന്ദേശം അതേ പ്രത്യയശാസ്ത്രത്തിൻ്റെ അതേ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയുടെ നേതാവ്, അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. വിമർശന രൂപേണ അല്ല എങ്കിൽ കൂടി അത്രമാത്രം വലിയ രാഷ്ട്രീയ വിമർശനമാണ് ആ നിഷ്കളങ്കമായ അഭിമുഖത്തിലുള്ളത് എന്ന് വേണം നമ്മൾ പറഞ്ഞു വയ്ക്കാൻ. മാത്രമല്ല, ഈ അടുത്ത കാലത്താണ് MA ബേബി പാടുപെട്ട് ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകി അത് വീഡിയോ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്ത് CPM ഇപ്പോഴും സാധാരണക്കാരായ പാർട്ടിയാണ് എന്ന് വളരെ പാടുപെട്ട് തെളിയിച്ചത്. അതെല്ലാം വെള്ളത്തിലാക്കി കളഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഭക്ഷണപ്രിയത്വം പറഞ്ഞുകൊണ്ട് സഖാവ് സി ദിവാകരൻ ഇത്ര വലിയ പണി ഒപ്പിക്കുമെന്ന് CPM പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.